കെ സുധാകരനെ വധിക്കാൻ ശ്രമിച്ചെന്നും പറ്റാത്തതാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സുധാകരനെ ഏത് വിധേനയും ഞങ്ങൾ ചേർത്ത് പിടിക്കും. ജി ശക്തിധരന്റെ വെളിപ്പെടുത്തൽ സർക്കാർ അന്വേഷിക്കാൻ തയ്യാറായോ എന്നും വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ചോദിച്ചു. കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളും കോൺഗ്രസ് പ്രവർത്തകരും നെഞ്ചിലേറ്റിയിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവിനെ കൊല ചെയ്യാൻ ഈ CPM ഗൂഢപദ്ധതി ഇട്ടുവെന്നാണ്. അന്വേഷിക്കോ? നിങ്ങൾ അന്വേഷിക്കോ? ഈ വെളിപ്പെടുത്തൽ ആരുമല്ലല്ലോ വെളിപ്പെടുത്തിയത്. ദേശാഭിമാനി പത്രത്തിന്റെ അസോസിയേറ്റ് എഡിറ്ററായിരുന്ന മുഖ്യമന്ത്രിയുടെ സന്തത സഹചാരിയായിരുന്ന ജി ശക്തിധരനാണ്. അദ്ദേഹം കൂടി പ്രതിചേർക്കപ്പെടാവുന്ന തരത്തിലുള്ള ഒരു കാര്യം ധീരതയോടുകൂടി ആ മനുഷ്യൻ വേട്ടയാടപ്പെട്ടപ്പോഴാണ് പൊട്ടിത്തെറിച്ച് പറഞ്ഞത്. അപ്പോഴെങ്കിലും ഇത് പറഞ്ഞല്ലോ. അപ്പൊ CPMന്റെ തനിനിറം പുറത്തു വന്നിരിക്കുകയാണ്. സുധാകരനെ കൊല്ലാൻ നോക്കിയതാണ്, പറ്റാഞ്ഞിട്ടാണ്. പല വഴി നോക്കിയതാണ്, പറ്റാഞ്ഞിട്ടാണ്. ഞങ്ങൾ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കും, ചങ്കു കൊടുത്തും ഞങ്ങൾ അദ്ദേഹത്തെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. പുനർജനി പദ്ധതിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ച ഇഡി. പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിദേശ സംഭാവന നിയന്ത്രണ നിയമം ലംഘിച്ചിട്ടുണ്ടോ എന്നാണ് ഇഡി പരിശോധിക്കുക. ചട്ടങ്ങൾ ലംഘിച്ചെങ്കിൽ വി ഡി സതീഷിനെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കും. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട വിദേശ സംഭാവന നിയന്ത്രണ നിയമം ലംഘിച്ചിട്ടുണ്ടോ എന്നാണ് ഇഡി പരിശോധിക്കുക. വി ഡി സതീശന്റെ വിദേശയാത്ര, പണപ്പിരിവ്, പണത്തിന്റെ വിനിയോഗം എന്നിവയും അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. FCRA, ഫെമ ചട്ടങ്ങൾ ലംഘിച്ചെങ്കിൽ വി ഡി സതീശനെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കും. ഇഡി കൊച്ചി യൂണിറ്റാണ് അന്വേഷണം നടത്തുക. വിജിലൻസിൽ നിന്നും അന്വേഷണ വിവരങ്ങൾ ശേഖരിക്കാനുള്ള നീക്കവും ഇഡി നടത്തുന്നുണ്ട്. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചട്ടങ്ങളൊന്നും ലംഘിച്ചിട്ടില്ലെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വിശദീകരണം. പ്രളയ ദുരിതാശ്വാസത്തിന്റെ ഭാഗമായാണ് പുനർജനി പദ്ധതി 2018 വി ഡി സതീശൻ പറവൂർ മണ്ഡലത്തിൽ ആരംഭിക്കുന്നത്. പദ്ധതിക്കായി വിദേശത്തുനിന്ന് സഹായം ലഭിച്ചുവെന്നാണ് ആരോപണം. വിജിലൻസ് പ്രാഥമികാന്വേഷണം നടത്തുന്ന കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇപ്പോൾ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി. ഏതന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ്. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്താ ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം. സർക്കാർ ശ്രമിക്കുന്നത് പ്രതിപക്ഷത്തെ അപമാനിക്കാനാണെന്നും വി ഡി സതീശൻ.